ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മാർച്ച് മാസം 11-ാം തീയതി റാജിയായിലെ അത്ഭുത മാതാവിനെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. മാതാവിൻ്റെ അത്ഭുതകരമായി ഇടപെടൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം കേൾക്കുമ്പോൾ നമുക്കും ഉള്ളുരുകി പ്രാർത്ഥിക്കാം. ഇപ്പോൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, മാനസിക വ്യഥകൾ, കുടുംബത്തിൻ്റെ സങ്കടങ്ങളെല്ലാം പരിശുദ്ധ അമ്മ തൻ്റെ പ്രിയസുതൻ വഴി അനുഗ്രഹങ്ങളാക്കി മാറ്റും. വിശ്വാസപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ അമലോത്ഭവ പ്രഖ്യാപനത്തിനനുബന്ധിച്ച് നടന്ന ഒരാഴ്ച നീളുന്ന പ്രാർത്ഥനയുടെ അവസാന ദിവസമായ 1855 മാർച്ച് 11-നാണ് റാജിയായിലെ അത്ഭുത മാതാവിൻ്റെ സ്വരൂപത്തിലെ കണ്ണുകൾ ചലിക്കുന്നതായി കാണപ്പെട്ടത്. ഈ അത്ഭുതം ചില നാളുകൾ കൂടി തുടർന്നു. ധാരാളം ആളുകൾ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചു. ഡോൺ സ്റ്റെഫാനോ സെമേറിയ എന്ന പുരോഹിതൻ അത്ഭുതത്തെക്കുറിച്ച് മെത്രാനെ അറിയിച്ചു. മെത്രാൻ റാജിയ സന്ദർശിച്ച് അത്ഭുതം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഏകദേശം 120 പേരുടെ അനുഭവ സാക്ഷ്യം ശേഖരിക്കുകയും അത്ഭുതത്തിൻ്റെ അംഗീകാരത്തിനുള്ള കാനൂനിക നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. 1856 ജൂൺ 1-ന് അത്ഭുത മാതാവിൻ്റെ സ്വരൂപത്തിൽ കിരീടധാരണം നടത്തുകയും അവിടുത്തെ അത്ഭുതങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം പുറപ്പെടുവിക്കുകയും ചെയ്തു. മാർച്ച് 11-നാണ് റാജിയായിലെ അത്ഭുത മാതാവിൻ്റെ മധ്യസ്ഥ തിരുനാൾ ആഘോഷിക്കുന്നത്. നമുക്കും പ്രാർത്ഥിക്കാം. മാതാവ് ഇടപെടും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും. രോഗങ്ങൾ മാറും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.